ഒരു ചോദ്യം ചോദിക്കട്ടെ. ChatGPT ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ആഡ് കോപ്പി എഴുതിയിട്ട് അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് AI എഴുതിയതാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലോഡിനോട് ക്യാപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ട് ജനറിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നം AIന്റെ അല്ല, നമ്മൾ കൊടുക്കുന്ന ബ്രീഫിലാണ്. ഇന്ന് ഞാൻ ഒരു AI ടൂള് എങ്ങനെ ഉപയോഗിക്കാം എന്നല്ല പറയുന്നത്, AI ഉപയോഗിച്ചിട്ടും ഹ്യൂമൻ ഫീലുള്ള കൺവേർഷൻ ഉണ്ടാക്കുന്ന ആഡ് കോപ്പി എങ്ങനെ എഴുതാം എന്നതാണ്. അപ്പോൾ AI വന്നതോടെ കോപ്പി റൈറ്റിംഗ് തീർന്നു, ഇനി മാർക്കറ്റേഴ്സിന് വേണ്ട, ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ സത്യത്തിൽ സംഭവിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും ChatGPT ഉപയോഗിക്കാനായിട്ട് അറിയാം, ക്ലോഡ് ഉപയോഗിക്കാനായിട്ട് അറിയാം, ജെമിനി ഉപയോഗിക്കാനായിട്ട് അറിയാം. പക്ഷെ എല്ലാവർക്കും നല്ല ആഡ് കോപ്പി എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം AIക്ക് കോപ്പി എഴുതാൻ അറിയാം, പക്ഷേ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് അറിയില്ല. അത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ChatGPTയിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ടല്ല പഠിപ്പിക്കുന്നത്, ഒരു മാർക്കറ്റർ എങ്ങനെ ചിന്തിക്കുന്നു, ആ തിങ്കിങ് AIക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ChatGPTയും ക്ലോഡൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ടൊരു എക്സസൈസ് ആദ്യം തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. റൈറ്റ് എ ഫേസ്ബുക്ക് ആഡ് ഫോർ എ സ്കിൻ ക്ലിനിക്. ഇപ്പോൾ രണ്ടും ജനറേറ്റ് ചെയ്ത് തരുന്ന കോപ്പി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. കേൾക്കാൻ മോശമല്ല, ഗ്രാമർ ശരിയാണ്, ഇംഗ്ലീഷ് നല്ലതാണ്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, ഈ രണ്ട് ആഡ് കണ്ടിട്ട് നിങ്ങൾ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ? മിക്കവാറും ഇല്ല അല്ലേ. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം AI പ്രോഡക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, കസ്റ്റമറിനെ കുറിച്ചല്ല. മാർക്കറ്റിംഗിൽ ഒരു ചെറിയ പ്രിൻസിപ്പിൾ ഉണ്ട്. പീപ്പിൾ ഡോണ്ട് ബൈ പ്രോഡക്ട്സ്, ദേ ബൈ സൊല്യൂഷൻസ് ടു ദെയർ പ്രോബ്ലംസ്. മുഖക്കുരുവിന് പാടുകളുള്ള ഒരാൾക്ക് ട്രീറ്റ്മെന്റ് അല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നത്, കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾക്ക് ജിം മെമ്പർഷിപ്പ് അല്ല വേണ്ടുന്നത്, ബെറ്റർ ഹെൽത്ത് ആണ് വേണ്ടുന്നത്. അതുകൊണ്ടാണ് നല്ല കോപ്പി എപ്പോഴും പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങാണ്ട് കസ്റ്റമറിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത്. ഇനി അതേ പ്രോംപ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഈ രീതിയിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓഡിയൻസ് വുമൺ ബിറ്റ്വീൻ 25 and 30, പ്രോബ്ലം ആക്നെ സ്കാർസ് ആഫ്റ്റർ പ്രഗ്നൻസി, ഗോൾ. ഞാൻ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊടുക്കാം. റൈറ്റ് ഇൻ നാച്ചുറൽ മലയാളം മിക്സഡ് വിത്ത് സിമ്പിൾ ഇംഗ്ലീഷ് എന്നുള്ളതും കൂടി നിങ്ങൾ അതിന് കൂടെ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോപ്പി കിട്ടും. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് മുമ്പത്തേലും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. ഒരു വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. കാരണം നമ്മൾ AIയോട് എന്ത് എഴുതണം എന്ന് പറഞ്ഞിട്ടില്ല, ആർക്ക് വേണ്ടി എഴുതണം എന്നാണ് പറഞ്ഞത്. അതാണ് നല്ല മാർക്കറ്റേഴ്സ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഒരു കോപ്പി എഴുതാൻ തുടങ്ങുമ്പോൾ ChatGPTയോ ക്ലൗഡോ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് 4 ക്വസ്റ്റ്യൻസ് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. അതായത്, ഹൂ ഈസ് ദ കസ്റ്റമർ, വാട്ട് പ്രോബ്ലം ആർ ദേ ഫേസിങ്, വൈ ഹാവൻ ദേ സോൾവ്ഡ് ഇറ്റ് യെറ്റ്, വാട്ട് ആക്ഷൻ ഡു ഐ വോണ്ട് ദം ടു ടേക്ക്. ഈ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ലെങ്കിൽ ഞാൻ AI ഓപ്പൺ ചെയ്യാറില്ല. കാരണം അതിനെക്കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. AIക്ക് കോണ്ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് വളരെ ജനറിക് ആയിട്ടുള്ളതായിരിക്കും അത് തരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഒരു ഡോക്ടറിന് എഴുതുന്ന ഒരു കോപ്പിയും റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിന് എഴുതുന്ന കോപ്പിയും ജ്വല്ലറി ബ്രാൻഡിന് എഴുതുന്ന കോപ്പിയും ഒരേ ലാംഗ്വേജിൽ എഴുതാൻ പറ്റില്ല. കസ്റ്റമർ മാറുമ്പോൾ ലാംഗ്വേജും മാറും, ഇമോഷനും മാറും, ഡിസിഷൻ എടുക്കുന്ന റീസണും മാറും. അതുകൊണ്ട് AIക്ക് ആദ്യം കസ്റ്റമറിനെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ക്ലോഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ക്ലോഡ് എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയി തോന്നുന്ന ഒരു കാര്യം. ഒരു ക്ലയന്റിനെ കുറിച്ചുള്ള മുഴുവൻ കോണ്ടെക്സ്റ്റും ഒരുമിച്ച് കൊടുത്താലും അത് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതായത് നമ്മുടെ ക്ലോഡ് നല്ല രീതിയിൽ അത് ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെടുക്കും. നമുക്ക് വെബ്സൈറ്റ്, ബ്രോഷർ, ടെസ്റ്റിമോണിയൽസ്, ബ്രാൻഡ് ഗൈഡ് ലൈൻസ്, ഗൂഗിൾ റിവ്യൂസ് ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ പറയുന്നത് ടൂൾ കമ്പാരിസൺ അല്ല, ഇന്നത്തെ മാർക്കറ്റേഴ്സ് ചെയ്യുന്ന വർക്ക് ഫ്ലോ ആണ്. ഇനിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ക്ലോഡില് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓരോ ക്ലയന്റിനും ഓരോ ക്ലോഡ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെബ്സൈറ്റ്, FAQs, പ്രീവിയസ് ആഡ്സ്, ഓഫേഴ്സ്, ടാർഗറ്റ് ഓഡിയൻസ്, ബ്രാൻഡ് ടോൺ, ഇതെല്ലാം ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് വളരെ ഈസിയാണ്. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. AI എഴുതിയ കോപ്പി അതേപടി പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം AI നിങ്ങളുടെ കസ്റ്റമറിനെ കണ്ടിട്ടില്ല, സെയിൽസ് ടീമിനോട് സംസാരിച്ചിട്ടില്ല, ക്ലയൻറ്റിൻ്റെ കോൾ ചെയ്തിട്ടില്ല. ആ എക്സ്പീരിയൻസ് നിങ്ങളുടേത് മാത്രമാണ്. AI അതിനെ ഓർഗനൈസ് ചെയ്ത് എഴുതാൻ സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ഡിഫറൻസ് തന്നെയുണ്ട്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് AIയിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആദ്യം നല്ല കോണ്ടെക്സ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്.
പക്ഷേ കോണ്ടെക്സ്റ്റ് മാത്രം കൊടുത്താൽ പോരാ, നല്ലൊരു AI കിട്ടണമെങ്കിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഒരു നല്ല ആഡ് കോപ്പിക്ക് പിന്നിൽ എപ്പോഴും മാർക്കറ്റിംഗ് സൈക്കോളജി ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് നേരെ ക്ലോഡ് ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ ഫസ്റ്റ് കോപ്പി നമുക്കൊന്ന് നോക്കാം. ഇതിൽ നല്ല രീതിയിൽ തന്നെ ആഡ് കോപ്പി എഴുതി തന്നിട്ടുണ്ട്. ഗ്രാമർ ശരിയാണ്, സെന്റൻസ് നല്ലതാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് വിവരങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ആളുകൾക്ക് ആക്ഷൻ എടുക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇവിടെയാണ് കോപ്പി റൈറ്ററിന്റെ റോള് തുടങ്ങുന്നത്. ഞാനൊരു കോപ്പി എഴുതുമ്പോൾ എപ്പോഴും ഒരു സിമ്പിൾ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യാറുണ്ട്. പ്രോബ്ലം, പ്രോമിസ്, പ്രൂഫ്, ആക്ഷൻ. ആദ്യം കസ്റ്റമറിന്റെ പ്രോബ്ലം, പിന്നെ അതിനുള്ള സൊല്യൂഷൻ, അതിനുശേഷം വിശ്വാസം ഉണ്ടാക്കുന്ന പ്രൂഫ്, അവസാനം വ്യക്തമായിട്ടുള്ള ഒരു കോൾ ടു ആക്ഷൻ. ഉദാഹരണത്തിന് ഒരു സ്കിൻ ക്ലിനിക്കിന്റെ ആഡ് ആണെങ്കിൽ മുഖക്കുരുവിന്റെ പാടുകൾ മാറാൻ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്ന് തുടങ്ങുന്നതിന് പകരം മുഖക്കുരുവിന്റെ പാടുകൾ കാരണം സെൽഫി എടുക്കാനായി പോലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ എന്ന രീതിയിൽ തുടങ്ങുമ്പോൾ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം ആ ഒരു പ്രോഡക്റ്റ് അല്ല, സ്വന്തം പ്രോബ്ലം ആണ് ആദ്യം കാണുന്നത്. ഇനി നമുക്ക് ക്ലോഡിൽ അതേ കണ്ടന്റ് ഒന്നുകൂടെ എടുത്ത് കോപ്പി വീണ്ടും ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഇതിന് കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ 2 വേർഷൻസ് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. AI വീണ്ടും വീണ്ടും റിഫൈൻ ചെയ്യിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയണം. ആദ്യം ഔട്ട്പുട്ട് തന്നെ ഒരിക്കലും ഫൈനൽ കോപ്പി ആയിട്ട് നിങ്ങൾ കരുതരുത്. ഇനി മറ്റൊരു മിസ്റ്റേക്ക്, പലരും AI ജനറേറ്റ് ചെയ്ത് കോപ്പി എടുത്ത് എല്ലാ ക്ലയൻസിനും ഒരേ സ്റ്റൈൽ ഉപയോഗിക്കും. പക്ഷേ ഒരു ജ്വല്ലറി ബ്രാൻഡിന്റെ ലാംഗ്വേജും ഒരു ഹോസ്പിറ്റലിന്റെ ലാംഗ്വേജും റിയൽ എസ്റ്റേറ്റിന്റെ ലാംഗ്വേജും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. കസ്റ്റമേഴ്സ് മാറുമ്പോൾ ലാംഗ്വേജും മാറും, ഇമോഷനും മാറും, എല്ലാം മാറും. ഇനി മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്നൊരു ഡൗട്ട് നമ്മൾക്ക് ഒരു കോപ്പി എഴുതുന്ന സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. എൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ലാംഗ്വേജ് കസ്റ്റമർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. കേരളത്തിലെ ലോക്കൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നാച്ചുറൽ മലയാളം കൂടുതൽ കണക്ട് ചെയ്യും. പക്ഷേ B2B ബിസിനസ്, സാസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓഡിയൻസിനൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും ഇംഗ്ലീഷ് തന്നെ അല്ലെങ്കിൽ ബൈലിംഗ്വൽ കോപ്പി ആയിരിക്കും കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുക. അതുകൊണ്ട് ആദ്യം ലാംഗ്വേജ് അല്ല തിരഞ്ഞെടുക്കേണ്ടത്, ഓഡിയൻസിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ലാംഗ്വേജ് അതിന് പിന്നാലെ വന്നോളും. ഇനി കോപ്പി ജനറേറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഒന്നാമത്തേത്, ആദ്യ 2 ലൈൻസ് അറ്റൻഷൻസ് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, ഈ കോപ്പി പ്രോഡക്റ്റിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതോ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലത്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് മൂന്നാമത്തേത്, ഒരു കോൾ ടു ആക്ഷൻ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ 3 ക്വസ്റ്റ്യൻറ്റിന് യെസ് ആണ് ഉത്തരമെങ്കിൽ മാത്രമാണ് ഞാനത് പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുള്ളൂ. ഒരു കാര്യം ഓർക്കേണ്ടത്, AI വന്നതുകൊണ്ട് കോപ്പി റൈറ്റിംഗ് അവസാനിച്ചിട്ടില്ല. മറിച്ച് നല്ല കോപ്പി എഴുതാൻ അറിയുന്നവരുടെ വാല്യൂ കൂടിയിട്ടാണുള്ളൂ. കാരണം ഇന്ന് എല്ലാവർക്കും AI ആക്സസ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും കസ്റ്റമർ സൈക്കോളജി മനസ്സിലാക്കാനായിട്ട് അറിയില്ല. അതാണ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നത്. AI ഉപയോഗിച്ചിട്ട് വേഗത്തിൽ എഴുതാനായിട്ട് പറ്റും, പക്ഷെ എന്തെഴുതണം എന്ന് തീരുമാനിക്കുന്നത് ഇന്നും മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്. AIക്ക് നല്ല ഔട്ട്പുട്ട് വേണമെങ്കിൽ ആദ്യം നല്ല കോണ്ടെക്സ്റ്റ് കൊടുക്കണം. കോപ്പി എഴുതുമ്പോൾ പ്രോഡക്റ്റ് അല്ല കസ്റ്റമറിന്റെ പ്രോബ്ലം കൊണ്ടാണ് തുടങ്ങേണ്ടത്. AI എഴുതിയ ആദ്യ ഡ്രാഫ്റ്റ് ഒരിക്കലും ഫൈനൽ കോപ്പി ആക്കരുത്. റിവ്യൂ ചെയ്ത് റിഫൈൻ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് AIയും ഹ്യൂമൻ തിങ്കിങ്ങും ചേർന്ന് ഒരു നല്ല ആഡ് കോപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you in the next one.